സാറേ പിന്നെ ഐഫോൺ ലംബ്രോയുടെ ഒരു സെറ്റ് വന്നത് അതൊരു ട്രിഗർ ചെയ്യുമ്പോൾ ഡയറക്റ്റ് 142 വന്ന് സ്റ്റക്ക് ആയിരിക്കുന്നത്. നാൻഡ് ആണോ സി പി ആണോ? 42 സ്റ്റക്കാന്നെയാ? 142 സ്റ്റക്കായി. IMMC സിസ്റ്റത്തിൽ കണക്ട് ആവുന്നുണ്ടാക്കിയ നാൻഡ് പോർട്ട് എടുക്കുന്നോ നോക്കിയില്ല. 90%. CPU നാൻഡ് എന്ന് വെച്ചാൽ CPU നാൻഡുമുള്ള കമ്മ്യൂണിക്കേറ്റർ ലൈൻ്റെ ഇഷ്യൂ വരുമ്പോൾ ഒക്കെ വരുന്നതാണ്. CPU-ന് വരുന്നുള്ള നാൻഡിലോട്ട് എന്നുള്ള റീസെറ്റ് മിസ്സായാൽ വരും, പിന്നെ ക്ലോക്ക് മിസ്സായാൽ വരും. അല്ല CPU നാൻഡുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലൈൻ്റെ പ്രശ്നം കൊണ്ടാണ് ആ ഒരു നമ്പറിൽ സ്റ്റക്കാണ്. മറ്റത് എന്തായാലും ഞാൻ നോക്കിക്കൊണ്ടായത് നോട്ട് 10 റെഡ്മിയുടെ സോഫ്റ്റ്വെയർ കൊടുത്ത UFS പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞില്ല. ഞാൻ റീസെറ്റ് ചെയ്ത് നോക്കി, തെർമിസ്റ്റർ ചേഞ്ച് ചെയ്ത് നോക്കിയായിരുന്നു. ലോഗോയിൽ ഒന്ന് ഓഫായി റീസ്റ്റാർട്ട് ആയിട്ട് അത് ഹസ്ബോട്ട് മോഡി സ്റ്റക്ക് ആവുന്നു. സോഫ്റ്റ്വെയർ ചെയ്തിട്ട് റിസൾട്ട് സ്റ്റക്ക് ആയി. സോഫ്റ്റ്വെയർ റിസൾട്ട് വന്നിട്ടാ? ഇല്ല, കിട്ടിയില്ല, കൊടുത്തില്ല. ഓക്കെ. സോഫ്റ്റ്വെയറിനകത്തില്ല, പിന്നെ UFS അഴിച്ച് അല്ല ഇതിനകത്തിട്ട് UFI-ക്കകത്തിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഹെൽത്ത് ചെക്ക് ചെയ്ത് നോക്കാം. പറടാ വിനേശ. ഒരു ഓപ്പോന്റെ A17 അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഹാങ് ആയിട്ട് അങ്ങനെ റീസ്റ്റാർട്ട് ആയിട്ട് പോവാണ്. അപ്പൊ അത് ഞാൻ CPU ചെയ്ത് നോക്കി, സോഫ്റ്റ്വെയറും ചെയ്തു, സെയിം പ്രോബ്ലം ആണ്. ഉപയോഗിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ ഹാങ് ആവുന്നതാ? ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാങ് ആകുക, പിന്നെ ഓപ്പൺ കൊണ്ട് റീസ്റ്റാർട്ട് ആകുക. ഇത് അതിൽ എല്ലാ സെക്ഷനും ചെക്ക് ചെയ്ത് നോക്കിനാ? ഇല്ല, CPU ചെയ്തു. പിന്നെ അങ്ങനല്ല, നോർമലി എല്ലാ ഭാഗത്തും വർക്ക് ചെയ്യുന്ന സെക്ഷൻ ഉണ്ട്. ഇപ്പോൾ ക്യാമറ, പിന്നെ ഓഡിയോ സെക്ഷന്, അതേപോലെ തന്നെ വൈഫൈ സെക്ഷൻ, അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിനാ? പക്ക ക്ലിയറാ, ഒരു കംപ്ലൈന്റും ഇല്ല. വൈഫൈ വർക്ക് ചെയ്യുന്നുണ്ട്, ഓഡിയോ സൗണ്ട് ഒക്കെ വരുന്നുണ്ട്. ക്യാമറ എടുത്ത് നോക്കില്ല, ക്യാമറ അഴിച്ചിട്ടിട്ടും ഓൺ ചെയ്ത് നോക്കി. അല്ല, ചെക്ക് ചെയ്ത് നോക്കിനെ ഈ സാധനമൊക്കെ? ഓഡിയോ ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കസ്റ്റമർ ഫീഡ്ബാക്ക് എന്തായിരുന്നു? കസ്റ്റമർ ഫീഡ്ബാക്ക് എടുത്ത് നോക്ക്, അതെങ്ങനെ വന്നേനുള്ളതൊന്ന് അറിഞ്ഞു നോക്ക്. സോഫ്റ്റ്വെയർ ട്രൈ ചെയ്ത് നോക്കിനാ? സോഫ്റ്റ്വെയർ ചെയ്ത് നോക്കണം. നോർമലി ഹാങ് ആവുന്ന സമയത്ത് എന്തെങ്കിലും എഴുതിയിട്ട് അങ്ങനെ ഒന്നും കാണിക്കുന്നുണ്ടോ? സോഫ്റ്റ്വെയർ ട്രൈ ചെയ്ത് നോക്ക്. സോഫ്റ്റ്വെയർ നോർമൽ അല്ലെങ്കിൽ EMMC, അതിൽ UFS ഏതാ വരുന്നത്? UFS ചിപ്പ് അല്ലേ? അതിൻ്റെ ഹെൽത്ത് ചെക്ക് ചെയ്ത് നോക്കണം. കോമൺ എന്തായാലും സോഫ്റ്റ്വെയർ ആയിരിക്കും മിക്കവാറും. പിന്നെ ഇന്നൊരു സെറ്റ് വന്നേ 314 5G സെറ്റ്. അത് സെറ്റ് ഫസ്റ്റ് ആദ്യം വന്നത് ലോക്കായിട്ട് വന്നതാണ്, കാറ്റലോഗ്. അത് പിന്നെ ഓൺലൈൻ വഴി ചെയ്യേണ്ടോണ്ട് നമ്മള് ഷോറൂമിൽ കൊടുത്ത് ചെയ്യിച്ചതാ. ചെയ്യിച്ച് സെറ്റ് വന്നതിന് ശേഷം അത് ചെക്ക് ചെയ്ത് നമ്മൾ സ്പീക്കർ ഇല്ല, മൈക്ക് കിട്ടത്തില്ല, പിന്നെ ക്യാമറ, പിന്നെ 3 വർക്കല്ല. പിന്നെ ആ സെറ്റ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കുവാണെങ്കിൽ ചില ടൈമിൽ ലോഗോയിൽ സ്റ്റക്ക് ആയി നിന്നിട്ട് ബ്ലാക്ക് സ്ക്രീനിലോട്ട് പോകും.
ചില ടൈമിൽ മാത്രം ഫുൾ ഓൺ ആയി അങ്ങനെ ഇരിക്കും. സ്വിച്ച് ഓഫ് ചെയ്താൽ വീണ്ടും ലോഗോയിലോട്ട് പോകും. CPU-ന്റെ ഇഷ്യൂ അതെന്താ അത് CPU-ന്റെ കംപ്ലൈന്റ് കൊണ്ട് വരുമോ? CPU-ന്റെ കംപ്ലൈന്റ് ആയിരിക്കും. മൂന്ന് മാർക്കല്ല, മൈക്ക് എന്റെ ലോഗോ സ്റ്റക്ക് ആവുന്നു. ആണല്ലേ? വേറെ ഫോണിന്റെ സാറേ A17, ഓപ്പോന്റെ തന്നെ A17. അതില് ചാർജ് കയറുന്നില്ല, സംഭവം ഓൺ ആവുന്നുണ്ട്, ബാറ്ററി കൺട്രിക്ക് 4.0 വോൾട്ട് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. പക്ഷെ മാറ്റി നോക്കി ചാർജ് കിട്ടുന്നില്ല. ചാർജിങ് ഐസ് റീബോൾ ചെയ്തിട്ടു, കോയിൽ മാറ്റി നോക്കി, ചെയ്ത് നോക്കി. ചാർജ് എടുക്കാതെ കംപ്ലൈന്റ് ആണോ? ചാർജ് കേറുന്നില്ല, ഒന്നും കാണിക്കുന്നില്ല, എടുക്കുന്നില്ല. സെറ്റ് വർക്കിംഗ് ഒന്നും കാണിക്കുന്നില്ല. സെറ്റ് വർക്കിംഗ് ആണ്, ഓൺ ആണ്. ചാർജിന്റെ ഒരു ഇൻഡിക്കേഷൻ ഒന്നുമില്ല. 4.2 ബാറ്ററി കണക്കിലോട്ട് എത്തുന്നുണ്ട്. ഒരു മിനിറ്റ്. ഐഡിയിലും ഓക്കെയാണ്. അല്ല, ഐഡിയിൽ അതിൻ്റെ ഓപ്ഷൻ അല്ലല്ലോ. ചാർജിങ്ങില്ല, എറർ മെസ്സേജ് ഒന്നും ഇല്ലല്ലോ. ഇല്ല, ഒന്നും വരുന്നില്ല. ഓഫിൽ ഓണിൽ ഒരു റെസ്പോൺസ് ഇല്ല. ഇല്ല. ഒരു മിനിറ്റ്, ഞാനൊന്ന് സർക്യൂട്ട് എടുക്കട്ടെ. ഓപ്പോ മോഡൽ ഏതാ? A16. 16 മാത്രമല്ല, ഇതിൽ വേറെ ഓപ്ഷൻ ഒന്നും കെ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, 16. സൊല്യൂഷൻ ലെഗ് വരുന്ന അല്ലേ? ഈ പോകുന്ന ട്രാക്കിലുള്ള വോൾട്ടേജ് എല്ലാം പ്രോപ്പറായിട്ട് കറക്റ്റ് എത്തുന്നുണ്ടോ നോക്കിയാലോ? എല്ലാം വരുന്നുണ്ട്. ഇതിൽ ഒരു മിനിറ്റ് കാണിച്ചു തരാം. ഇതാണ് ഇപ്പം നീ നോക്കുന്നുള്ള സർക്യൂട്ട്. IC നമ്പർ മാറ്റമുണ്ട്, പക്ഷെ ഏകദേശം 98% സിമിലർ ആണ് കേട്ടോ അതിൻ്റെ സർക്യൂട്ട്. ഇതിൽ IC നമ്പർ എണ്ണം പഠിച്ചില്ല നമ്മൾ. ഫസ്റ്റ് ഒന്നാമത്തെ കാല് അറിയില്ല, കൗണ്ട് ചെയ്യാൻ അറിയാമല്ലോ. അതിൽ ഒന്നാമത്തെ കാലും 24ാമത്തെ കാലും ബി ബസ്സാണ്. അവിടെ ബി ബസ് കിട്ടുന്നുണ്ടോ നോക്കാം. 23ാമത്തെ പിന്ന് വരുന്നുള്ളത് PMID ആണ്. അവിടെ 5 വോൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ല ചെക്ക് ചെയ്ത് നോക്കാം. റീജൻ 22ാമത്തെ കാല് റീജൻ, അവിടെ 5 വോൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ല ചെക്ക് ചെയ്ത് നോക്കാം. 22. ഓക്കെ, അത് കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ
ഇവിടെ 9ാമത്തെ ലൈന് കാണുന്നുണ്ടാ? ഈ ഒരു റെസിസ്റ്റർ ഫുൾ ഡൗൺ ചെയ്തിട്ടുള്ള റെസിസ്റ്റർ ഉണ്ടാ? സിഇന്ന് എഴുതിയിട്ട് കണ്ട? സിഇ. ആ, അത് കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ആ റെസിസ്റ്റർ മിസ്സായാലോ അതിൻ്റെ വോൾട്ടേജ് മിസ്സായാലോ ഡിറ്റക്റ്റ് ആവില്ല. ഡിറ്റക്റ്റ് ആയില്ലാണ്ട് ചാർജ് കയറത്തില്ല. 9ാമത്തെ പിന്നെ കേട്ടോ. 9 ഈ 3 കാലം ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നോക്കിയിട്ട് ഒന്ന് പറ. ഓക്കെ. പിന്നെ പറടാ മലപ്പുറം ഉനൈസ്. നെറ്റ്വർക്കിന്റെ ക്ലാസ് നാളെ കേട്ടാ. നാളെ ആ പനി മാറിടാ. നമുക്ക് 9 മണിക്ക് എത്താൻ പറ്റില്ല എല്ലാവർക്കും. 9:30 എത്താൻ പറ്റുമോ? ആ അല്ല, നമുക്ക് നെറ്റ്വർക്കിന്റെ ക്ലാസ് കുറേ എടുക്കാറുണ്ട്, അതുകൊണ്ട്. രാവിലെ അടക്കില്ല. രാവിലെ നമുക്ക് വേറൊരു ക്ലാസ് ഉണ്ട് ഓൺലൈൻ. ആ അല്ല പാട്ടായിട്ട് എടുക്കാം. നമുക്ക് 10 മണി ഇതേ സമയത്ത് തന്നെ ജസ്റ്റ് ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഒരു 4-5 ദിവസം കൊണ്ട് എടുത്ത് തീർക്കാം. ഓക്കെ. സാറേ പിന്നെ ഈ ചാർജിങ് സെക്ഷൻ നമ്മൾ ഈ ബൂട്ട് ക്യാപ്പ് 1 സൈഡ് 4 വോൾട്ടേജ് 1 സൈഡ് 8 വോൾട്ട് വലിയ അതന്നെ. അത് ചില മോഡലിൽ ചെക്ക് ചെയ്യും. ചില മോഡലിൽ ചെക്ക് ചെയ്യുമ്പോ 8 വോൾട്ട് രണ്ട് സൈഡില് 0.8 സംതിങ് എന്ന് പറഞ്ഞായിരുന്നു. ഒരു സൈഡ് 4 വോൾട്ട് ഉണ്ട്, മറ്റേ സൈഡ് ഇല്ല. മറ്റേ സൈഡ് 0.8 സംതിങ് ആണ്. 8 വോൾട്ട് വരേണ്ട സൈഡിൽ കാണിക്കാം. എനിക്ക് 2 മോഡലിൽ അങ്ങനെ വന്നായിരുന്നു. വർക്ക് ചെയ്യില്ലല്ലോ. ചാർജ് കയറുന്നുണ്ടോ? അതിനകത്ത് കേറുന്നതാണ് കാണിക്കുന്നുണ്ട്. ചെക്ക് ചെയ്യുമ്പോ എല്ലാം കേറുന്നുണ്ട്, സ്റ്റോർ ആവുന്നുണ്ട്. 0.8 സംതിങ് കാണിക്കുന്നത്. വോൾട്ടേജ് ആയിട്ടല്ല കാണിക്കുന്നത്. മൾട്ടിമീറ്ററിന്റെ അകത്ത് ചിലപ്പോ പോയിന്റ് മാറ്റി കൊടുത്തിട്ടുണ്ടാവും. അല്ലല്ല, അത് DC മോഡിൽ തന്നെ ഇട്ടാ ചെക്ക് ചെയ്യാം. കാരണം 1 സൈഡ് 4 വോൾട്ടേജ് 1 സൈഡ് 0.8 സംതിങ് അങ്ങനെ ചില മോഡലിനകത്ത് കാണിച്ചത്. 2 മോഡലിലേക്ക് അതിനകത്ത് അങ്ങനെ വന്നത്. എന്റെ കയ്യിൽ മറ്റേ സൺഷൈൻ്റെ DT750 അതറിഞ്ഞ അതിൽ നമ്മള് ഇതുപോലത്തെ മൾട്ടിമീറ്റർ ഇവിടെ നമ്മൾ കണ്ടില്ല. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ റേഞ്ച് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ പോയിന്റ് മാറി കാണിക്കും. അങ്ങനെ ചെക്ക് ചെയ്തതായിരിക്കണം. അല്ലാണ്ട് അവിടെ 0.8 വോൾട്ടേജിൽ എന്തായാലും ചാർജ് കയറത്തില്ല. ചാർജ് എന്തായാലും അപ്പായാലും ചാർജ് അല്ല സാർ, ഈ മൾട്ടിമീറ്ററിനകത്ത് DC തന്നെ ഇടുമ്പോ ഡയറക്റ്റ് വരില്ലേ? സെലക്ട് ചെയ്യേണ്ട കാര്യമല്ലോ. അല്ല, അവിടെ റേഞ്ച് ചിലപ്പോൾ മാറിയിട്ട് കണക്ട് ചെയ്യാം. ഡയറക്റ്റ് വരും. ചിലപ്പോൾ അവിടെ റേഞ്ച് മാറിയിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് അവിടെ കാണിക്കും. ഇപ്പം നമ്മൾ DC പവർ സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ ഒരു സൈഡ് കണ്ടില്ല 0. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത വോൾട്ടേജ് കാണിക്കുന്നത്. അങ്ങനെ പോയിന്റ് മാറിയിട്ടുണ്ടെങ്കിൽ, അല്ലാണ്ട് നീ പറഞ്ഞ 0.8 എന്തായാലും ചാർജ് കയറത്തില്ല, അത് ഉറപ്പാണ്. പമ്പപ്പ് ചെയ്താൽ മാത്രമേ അവിടെ ചാർജ് കയറത്തുള്ളൂ. ചാർജ് കണക്ട് ചെയ്യുമ്പോൾ അവിടെ സ്വിച്ചിങ് നടക്കണം. സ്വിച്ചിങ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബൂട്ട് കപ്പാസിറ്റിൻ്റെ അകത്ത് ഒരു സൈഡ് എന്തായിട്ട് മാറും, വോൾട്ടേജ് നേരെ ഡബിളായിട്ട് മാറും.
ഷിനോബിന്റെ അഡ്രസ്സേ ഇല്ലല്ലോടാ. എടാ ക്ലാസ്സിലൊന്നും വരുന്നില്ലല്ലോ. ക്ലാസ്സില് ഇപ്പൊ മഴയിലൊക്കെ ഭയങ്കര തിരക്കാ. ഷോപ്പിൽ വർക്ക് കൂടിയാ. ഷോപ്പിലുണ്ടായ ചെക്കൻ മതിയാക്കി പോയി. ആ അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ മഴക്ക് ബുദ്ധിമുട്ടാ. നീ വണ്ടി ബൈക്കിൽ വരുന്നല്ലേ? എന്തായാലും കുറച്ച് ദിവസം വന്നിട്ട് പ്രാക്ടിക്കലൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ മതി. തങ്ങളെ കാണുന്നില്ലല്ലോ. സാറേ പറ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം തന്നെ. എത്തിയാ? വീട്ടിലെത്തിയാ? സമയമുണ്ട് ഇപ്പൊ. വീട്ടിലെത്തി. ആണാ? നാളെ 10 മണിക്ക് നമ്മൾ നെറ്റ്വർക്കിന്റെ ക്ലാസ് ആയിരിക്കും കേട്ടോ. ആൻഡ്രോയിഡിൻ്റെ നെറ്റ്വർക്കിൻ്റെ ക്ലാസ് ആയിരിക്കും നാളെ 10 മണി തൊട്ട്. ഏകദേശം തോന്നുന്നൊരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പോൾ വരുന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കംപ്ലൈൻറ്റ് റെഡി ആവാതെ രീതിയിൽ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഏത് കംപ്ലൈൻറ്റ് നെറ്റ്വർക്കിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. നെറ്റ്വർക്കിൽ സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ നാളത്തെ ക്ലാസ്സോട് കൂടി നമുക്കത് ഫുൾ ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ക്ലാസ് റെക്കോർഡിംഗ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ലൈവായിട്ട് വന്നിട്ട് ഇരുന്നു. പിന്നെ വരാണ്ട് ഇന്ന് റെക്കോർഡിംഗ് ആണോ വലിയ റെക്കോർഡിംഗ് കിട്ടത്തില്ല കേട്ടോ. ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം. പിന്നെ ഡൗട്ടും പറഞ്ഞോ. ഐഫോൺ ഡുവൽ കണക്ടർ വരുന്നതാ, മനസ്സിലായില്ല. ഐഫോൺ 8 മേലോട്ട് 0 റിമൈനിങ് കംപ്ലൈന്റ് വരും. 2 കണക്ടർ വരുന്നുണ്ട്. അതിലും വരും. അതില് ക്ലോക്ക് ഡാറ്റ വരുന്ന ലൈൻ ഉണ്ടാവും. ആ ലൈന് കറക്റ്റ് കണക്ട് ആയില്ലാന്നുണ്ടെങ്കിലാണ് 0 റിമൈനിങ് വരുന്നത്. 2 ബാറ്ററി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 2 പവർ ആയിട്ടാണ്. ഒരു കണക്ടർ നമുക്ക് ഓൺ ചെയ്യാൻ ഒരു കണക്ടർ മതിയാവും. 11 Pro അല്ലേ? 11 Proയിൽ നമ്മളെ ചാർജിങ് ഐസി വരുന്നുള്ളത് ആ സ്ട്രിപ്പിൻ്റെ അകത്താണ്. ചിപ്പ് കംപ്ലൈന്റ് എടുത്ത് കുറവ്. സ്ട്രിപ്പ് മാറ്റി വെക്കാം. സ്ട്രിപ്പ് മാറിയിട്ട് സെയിം ആണെങ്കിൽ U2IC കംപ്ലൈന്റ്. 99% ഐഫോണിൽ ചാർജിങ് ഇഷ്യൂ വരുന്നുള്ളത് U2 ആണ്. U2 വെക്കുക, U2ന്റെ പാഡ് വയ്ക്കുക, അത്രേ ഉള്ളൂ. ലിബിന പറഞ്ഞോടാ. ഒരു കഴിഞ്ഞ ദിവസം ചോദിച്ചതാ, ഒരു ചാർജിങ് ഐസി ഹീറ്റ് ആവുന്നു. ചാർജർ കണക്ട് ചെയ്യുമ്പോഴാണ് ഭയങ്കരമായിട്ട് ചൂടാവുന്നത്. അല്ലാത്തപ്പോഴും ചൂടാവുന്നുണ്ട്. നല്ല ഓവർ ഹീറ്റ് ഉണ്ട്. നല്ല പൊള്ളുന്ന ടൈപ്പ് ഹീറ്റ് ഉണ്ട്. തെർമൽ ക്യാമറ വെച്ച് നോക്കുമ്പോൾ ചാർജിങ് ഐസ് തന്നെ കാണിക്കുന്നത്. പക്ഷെ പാടം ചെക്ക് ചെയ്തിട്ട് ഷോർട്ടോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ചാർജിങ് ഐസ് വേറെ ഇട്ടിട്ട് സൈഡ് ഇത് ചാർജിങ് ഐസിന്റെ ഏത് പോയിന്റ് ഹീറ്റാന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയ? അത് ഒരു സൈഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ആടെ ആ
ആ സൈഡ് ഏത് കണക്ഷനാണോ വരുന്നതിനുള്ളത് ചെക്ക് ചെയ്യണം. അതെ. ഐ സി ഏത് ബോർഡ് ഐ സിയാ അല്ല, ലെഗ് ഐ സി ആണോ കോളേജ് അല്ല. ഏതാ കോളേജ് മോഡൽ ഏതാ? അത് SM5714. സാംസങ്. സാംസങ്. ഒരു മിനിറ്റ്. ഏ സീരീസ് എടാ? അത് M സീരീസ് ആണ്. എം സീരീസ്. ഓക്കെ. എം അതിന്റെ മോഡല് M23 5G ആണ്. M23 5 ഒരു നമ്പർ ഉണ്ടാവല്ലോ, മോഡൽ നമ്പർ M236. 236. ആ, ഓക്കെ. ഇതില് ഇതല്ല ചാർജിങ് കേസ് വരുന്നത്. അതന്നെ. ഇതിൽ ഏത് ഭാഗത്താണ് ഹീറ്റാവുന്നത്? അതിന്റെ EMC ഇരിക്കുന്ന സൈഡല്ല, അപ്പുറ സൈഡല്ല. ഈ മേലെ വശം ഈ കോയിലുള്ള ഭാഗത്താ? അവിടെ അല്ല, അപ്പുറ സൈഡ്. ഇവിടെ കളർ ഈ റെഡ് കളർ ഉള്ളതാ? റെഡിന്റെ ഭാഗത്താ? ഇവിടെ ആയിട്ട് ഹീറ്റാണ്. ഓക്കെ. ഓക്കെ. സ്റ്റാർട്ടിങ് അതാണ് കൺഫേം അല്ലേ? സ്റ്റാർട്ടിങ് അവിടെ കാണിക്കുന്നു. ഈ ബാറ്ററി ഔട്ട് പോകുന്ന ലൈനാണല്ലോടാ. ഈ ലീക്കേജ് ഒന്നും ഉണ്ടോ ബോർഡിൽ? ബോർഡിന് ലീക്കേജ് ഒന്നും കണക്ട് ചെയ്യുമ്പോൾ ലീക്കേജ് ആയിട്ടൊന്നുമില്ല തെർമല് കാണിക്കുമ്പോൾ. ബാറ്ററി ഔട്ട് ഇറങ്ങുന്ന ലൈനാ. പിന്നെ വരുന്നുള്ള VPH പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലേ? ഈ ചാർജിങ് ആംബിയർ ബാറ്ററി ഇടാത്ത സമയത്ത് എത്രയാണ് എടുക്കുന്നുള്ളത്? നോക്കിയിട്ടാ? അല്ല, അതാ പറഞ്ഞത്. നമ്മൾ ബാറ്ററി ഇടാത്ത സമയത്ത് എത്ര ആംബിയർ ആണ് എടുക്കുന്നത് നോക്ക്. ചെക്ക് ആക്കിയില്ല? അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പെട്ടെന്ന് കിട്ടും. പിന്നെ ഈ ഭാഗത്ത് ഹീറ്റാണെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഇറങ്ങുന്ന ലൈനാണ്. ബാറ്ററി കണക്ടറിലോട്ടേക്ക് പോകുന്നുള്ള ലൈനാണ് കൊടുത്തിട്ടുള്ളത്. എന്താ ഇത് നേരെ ബാറ്ററി കണക്ടറിലോട്ട് പോകുന്ന ലൈനാണ്. പക്ഷെ ആ ലൈനിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ബാറ്ററി കണക്ടർ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കും. അപ്പോൾ അഥവാ മൾട്ടിമീറ്ററിൽ കാണിച്ചില്ലാന്നുണ്ടെങ്കിലും DC പവർ സപ്ലൈയിൽ എന്തായാലും കാണിക്കും. കാണിക്കുന്നില്ല. ഈ പാഡ് വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ പാഡ് വാല്യൂ ഓക്കെ ആണോ, കറക്റ്റ് ആണോ? ഈ വാല്യൂ കുറഞ്ഞിട്ട് ഏതെങ്കിലും ലൈന് കാണിക്കുന്നുണ്ടോ? ഇതിൽ ഡയോഡ് കൊടുത്തിട്ടുണ്ടല്ലോ? ഇല്ല. IC ഡയോഡ് വാല്യൂ ഇല്ല അല്ലേ? പ്രശ്നമില്ല, നമുക്ക് സെറ്റ് ആക്കാം. നീ പിടിച്ചിരുന്ന IC നമ്പർ ഈ ഒരു IC ഏത് മോഡലിൽ വരുന്നത് നോക്കാം. അത് ഞാൻ
ചില മോഡൽ നോക്കി അന്നേരം അത് ഈ അതിന്റെ സീരീസ് നമ്പർ മാറുന്നതനുസരിച്ച് ഈ കണക്ഷൻ വല്ല വ്യത്യാസം വരുന്നുണ്ട് ചിലതിലങ്ങനെ. ഏത് ലാസ്റ്റത്തെ നമ്പറിലാ? ആ പാർട്ട് നമ്പർ, ചിലതിന്റെ കണക്ഷനിലൊക്കെ മാറ്റം വരുന്നതായിട്ട് കാണിച്ചു. ബാച്ച് നമ്പർ ചിലത് മാറുമ്പോൾ ചിലതിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ മോഡലും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ആ അല്ലാത്ത സെയിം ആയിട്ടുള്ള എന്റെ ജിആറും സെയിം ആയിരിക്കും അല്ലേ? ആ സെയിം ആയിരിക്കും. സെയിം വരുന്ന മോഡലിനകത്തുള്ള GR സെയിം ആയിരിക്കും. അത് ഏത് മോഡൽ നോക്കട്ടെ, കുറേ മോഡൽ വരുന്നുണ്ടല്ലോ. 125 വരുന്നുണ്ട്, 125F, 127 വരുന്നുണ്ട്, 146. ഇതിലെല്ലാം ഡയോഡ് വാല്യൂ വരുന്ന സെക്ഷൻ ഉണ്ടല്ലോടാ. അതിന്റെ അകത്ത് ഈ ലൊക്കേഷൻ നയിക്കുന്നതാണ് ഏതിൻ്റെ? ഇപ്പൊ ഇതിന്റെ അകത്ത് സ്കീമാറ്റിക്കിന്റെ മനസ്സിലായിട്ടാ? ഐസിയുടെ നമ്പർ എഴുതിക്കുന്നതിന്റെ ഇപ്പുറം ഈ ലൊക്കേഷൻ എഴുതിക്കുന്നുണ്ട് ഫോണില്. ഈ പാർട്ട് ആ ലൊക്കേഷനാ ഉദ്ദേശിച്ചത്. അത് ഉദ്ദേശിച്ചത് ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, U5003. ആ ഈ നമ്പറിലായിരിക്കും ആ മോഡലിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ഉദാഹരണത്തിന് നമ്മളിവിടെ ഒരു മോഡൽ എടുത്ത് വിചാരിച്ചോ, ഈ അടുത്ത മോഡലിനകത്ത് ഐസിക്ക് നമ്പർ കണ്ടതാ. ഇവിടെ എന്താ നമ്പർ കൊടുത്തിട്ടുള്ളത്? U6001. ആ ബിറ്റ് മാപ്പിന്റെ അകത്ത് കാണിക്കുന്ന അതിന്റെ ആ നമ്പർ. ബിറ്റ് മാപ്പ് അല്ല, അത് ലേഔട്ടിൻ്റെ അകത്ത് ഇതേ നമ്പറാണ് കാണിക്കുന്നത്. അപ്പം അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്ത് ആ ഒരു ഓപ്ഷൻ കൊടുത്തിനെ, പെട്ടെന്ന് ആ ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ആ അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ പോലെ നീ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നാളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആ പറഞ്ഞോ. പിന്നെ ഒരു ഉദാഹരണത്ത് പറഞ്ഞു ഓട്ടോ ആംബിയർ ബാറ്ററി ഇടാണ്ടും ഓട്ടോ ആംബിയർ എടുക്കുന്നത്. അത് ഒരു റിയൽമി 7 വന്നിട്ടുണ്ട്. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും 0.6 ഉള്ളൂ, അല്ലെങ്കിലും 0.6 അത്രേ എടുക്കുന്നുള്ളൂ, ബാറ്ററി ഇട്ടാലും ഇട്ടില്ലെങ്കിൽ. അതെ അതെ 0. ചാർജ് എടുക്കുന്നില്ല? ഇല്ല, ചാർജ് എടുക്കുന്നില്ല. ചാർജ് ഈ ട്രാക്ക് ട്രേസ് ഔട്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് എല്ലാം പ്രോപ്പർ. പിന്നെ മറ്റേ ബാറ്ററി ഇട്ട് കഴിഞ്ഞാല് 0.6 സ്റ്റേബിൾ ആയി നിൽക്കും. ബാറ്ററി റിമൂവ് ആയി കഴിഞ്ഞാൽ വരും പോകും. ചെറിയൊരു ഇതല്ല എടുക്കുന്നുള്ളത്. ഇത് വോൾട്ടേജ് എത്ര കറക്റ്റ് വരുന്നുണ്ടാ നോക്കീനാ? ബാറ്ററി കണക്ടർ അല്ല, നമ്മളെ VBus OVP ഇങ്ങനെ കണക്ട് ചെയ്ത് PMID അന്നൊക്കെ. ഓക്കെ, നാളെ നോക്കിയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഷോർട്ട് ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ വരും. ആ ചില മോഡലിൽ അത് ഇല്ലാന്നുണ്ടെങ്കിലും ബാറ്ററി ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു 0.5 ആംപിയർ എടുക്കാറുണ്ട്. എല്ലാ മോഡലും അല്ല, ചില മോഡൽ എടുക്കാറുണ്ട്. നാളെ നോക്കി നീ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ. പിന്നെ സമയമല്ലടാ, വേറെ ഡൗട്ടൊന്നും ഉണ്ടോ ചോദിച്ചോടാ, ഇല്ല നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ ആണോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? അപ്പോൾ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കറക്റ്റ് 10 മണിക്ക് കേട്ടാ. അതിൽ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാർട്ടിങ്ങിൽ കയറിയാൽ കറക്റ്റ് മനസ്സിലാവും കേട്ടോ, അല്ലാണ്ട് ഇടയിൽ വന്നിട്ട് കയറി കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ ഒന്നും തിരിയത്തൊന്നുമില്ല. വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ രീതിയിൽ എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പം നാളെ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ സിലബസ് ഇല്ലാത്ത കാര്യങ്ങളിൽ സിസ്റ്റമാറ്റിക്കിൻ്റെ അകത്തില്ല, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നാളെ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻക്ലൂഡ് ചെയ്തിട്ട് പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇന്ന കംപ്ലയിൻ്റ് ആണ് എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഇടയിൽ വന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇരുന്ന് കഴിഞ്ഞാലും ഒന്നും തലക്ക് തിരിയത്തില്ല കേട്ടോ. ഇവിടെ കറക്റ്റ് 10 മണിയാകുമ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡൻസിന് മാത്രമായിരിക്കും എൻ്റെ ക്ലാസ് ഉണ്ടാവും. ആൻഡ്രോയിഡിൻ്റെ ബാച്ചാണ്.
അപ്പോൾ ആൻഡ്രോയിഡ് ക്ലാസ് എടുത്ത ആൾക്ക് മാത്രമേ അവർ ഇതുണ്ടാവത്തുള്ളൂ കേട്ടോ. ഞാൻ ഗ്രൂപ്പിൽ പറയും. ഓക്കെ, അപ്പോൾ നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.